വോയിസ് ഓഫ് ഗുരുവിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ ഗുരുഭക്തർക്കും ഹൃദ്യമായ സ്വാഗതം. ഞാൻ ഉഷാ വിജയരാഘവൻ. ഓം ശ്രീനാരായണ പരമഗുരവേ നമ. ഓം ശ്രീ ശാരദാംബായേ നമ. ആചാര്യപാദങ്ങളിൽ പ്രണാമം. ഭഗവാന്റെ മധുരവാണികൾ കേട്ട് സുഹൃതികളാകുവാൻ ഭാഗ്യം ലഭിച്ച എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം. ഗുരുസാഗരം മാസികയിൽ പ്രസിദ്ധീകരിച്ചു തുടങ്ങിയിരിക്കുന്നു ശ്രീമദ് നാരായണ ഗുരുപുരാണം. നമോ ഭഗവതി. ഇത് ശ്രീനാരായണ ഗുരുവിൻ്റെ മാത്രം ജീവിത കഥയല്ല, മഹാപുരാണമാണ്. 18 പുരാണങ്ങൾക്ക് ശേഷം ഭാരത ചരിത്രത്തിലേക്ക് 19ാമത്തെ പുരാണം, അതും ശ്രീനാരായണ ഗുരുവിൻ്റെ നാമത്തിൽ. ലോകമതങ്ങൾ, ഋഷീശ്വരന്മാർ, പ്രവാചകർ, ഗുരുപരമ്പരകൾ, ലോകദാർശനികർ, ലോകത്തെ വിവിധ തത്വശാസ്ത്രങ്ങൾ, യുക്തിചിന്തകർ, മഹത് പുരുഷന്മാർ എന്നിവരിലൂടെ സഞ്ചരിച്ച് ഈ എല്ലാ തലങ്ങളിലും പൂർണ്ണനായ സാക്ഷാത് പരബ്രഹ്മസ്വരൂപമായ ഗുരുവിലേക്കെത്തുന്ന ഇതിഹാസ തുല്യമായ കഥാകഥനമാണ് ശ്രീമദ് നാരായണ ഗുരുപുരാണം. ഇത് തുടക്കം മുതൽ വായിച്ച് ഗ്രഹിച്ചാൽ പിന്നെ ലോകത്തെ ഒരു പ്രതിഭാസത്തെക്കുറിച്ചും സംശയം അവശേഷിക്കില്ല. പൂർണ്ണജ്ഞാനിയായി വായനക്കാരൻ പരിണമിക്കും. ഗുരു ആരെന്നും ഗുരു വിശ്വരൂപം എന്തായിരുന്നുവെന്നും തിരിച്ചറിയും. മനുഷ്യത്വത്തിൻ്റെ മൂല്യമറിഞ്ഞ് ഗുരു കടാക്ഷത്തോടെ ജീവിക്കാൻ സാധിക്കും. അതിനാൽ തുടക്കം മുതൽ വായിക്കൂ. ആദ്യ ലക്കം കോപ്പികൾ ആവശ്യപ്പെട്ടാൽ നൽകുന്നതാണ്. പുതിയ തലമുറയ്ക്ക് കൈമാറാനും തലമുറകൾക്കായി സൂക്ഷിച്ചു വയ്ക്കാനും ഒരപൂർവ വായന അനുഭവമാണ് ശ്രീമദ് നാരായണ ഗുരുപുരാണം. പ്രമുഖ വൈജ്ഞാനിക ആത്മീയ സാഹിത്യകാരൻ ശ്രീ സജീവ് കൃഷ്ണൻ്റെ രചന. കോപ്പികൾ ഉറപ്പാക്കാം. വിളിക്കൂ 8078188858. വാട്സാപ്പ് നമ്പർ 6282319294. കസ്റ്റമർ കെയർ നമ്പർ 8129663109. ഇനി ഇന്നത്തെ വായനയുടെ വിഷയം എന്താണെന്ന് നോക്കാം. വായനക്കാരുടെ സംശയങ്ങളും അവയ്ക്കുള്ള ആചാര്യൻ്റെ മറുപടിയുമാണ് സച്ചിന്ത എന്ന ഈ പംക്തി. അത്രയ്ക്ക് സത്യസന്ധത വേണോ? ചോദ്യം. ഒരുപാട് സത്യസന്ധനാവരുത്. അങ്ങനെയായാൽ നിങ്ങൾ നിരന്തരം ചതിക്കപ്പെടുമെന്ന് ചാണക്യൻ പറഞ്ഞതായി സോഷ്യൽ മീഡിയയിൽ കണ്ടു. എന്തൊക്കെ നഷ്ടപ്പെട്ടാലും സത്യസന്ധത കൈവിടരുത് എന്നല്ലേ ഗുരുക്കന്മാർ പറഞ്ഞതായി നമ്മൾ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ ചാണക്യൻ പറഞ്ഞത് എങ്ങനെ ശരിയാകും? ഉത്തരം. ഈ ലോകം സത്യത്തിലാണ് നിലകൊള്ളുന്നത്. അതിനാൽ സത്യം പറയണം. കള്ളം പറയരുത് എന്നാണ് ശ്രീനാരായണ ധർമ്മത്തിൽ ഗുരു ഉപദേശിക്കുന്നത്. ചെറിയ മോഷണവും വലിയ മോഷണവും എന്നൊന്നില്ല, മോഷണം എന്നതേ ഉള്ളൂ എന്നും പറയും പോലെ സത്യസന്ധതയിൽ ഒരുപാട് സത്യസന്ധതയും കുറച്ച് സത്യസന്ധതയും എന്ന ഭേദമില്ല. സത്യം അറിയുക എന്നതാണ് പ്രധാനം. അറിഞ്ഞതിൽ ഉറച്ചു നിൽക്കുക. പ്രലോഭനങ്ങൾ പലത് വന്നാലും ഭീഷണികൾ ഉണ്ടായാലും അതെല്ലാം താൽക്കാലികം മാത്രമാണ്. സത്യത്തിന് മാത്രമാണ് നിത്യതയുള്ളത്. ഒരുപാട് സത്യസന്ധരാവുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വലിയ സത്യസന്ധരായി അഭിനയിക്കുക എന്നതാവാം. കുറച്ച് സത്യസന്ധത പാലിക്കണം എന്ന് പറയുന്നത് കുറച്ചു മാത്രം സത്യം പറയുകയും ബാക്കി നുണ പറയുകയും ആവാം എന്നതുമായിരിക്കാം. ഇത് രണ്ടും നല്ലതല്ല. സത്യസന്ധരായിരിക്കുക എന്നതു മാത്രമാണ് ശരിയായ രീതി. അതിൽ വലുതും ചെറുതുമില്ല. പിന്നെ അതിൻ്റെ പ്രായോഗികതയിൽ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമുണ്ട്. സത്യം പറയുകയും പറയാതിരിക്കുകയും ചെയ്യുക എന്നതിൽ ഒരു പ്രായോഗികതയുണ്ട്. ചതിയന്മാർക്കു മുന്നിലുള്ളത് ഉള്ളതുപോലെ തുറന്നു കാട്ടി നിൽക്കരുത്. പറയേണ്ടിടത്ത് മാത്രം പറയുകയും അല്ലാത്ത ഇടങ്ങളിൽ മൗനം പാലിക്കുകയും എന്നത് പ്രായോഗികതയാണ്. വിവേകികളോട് ഉള്ള കാര്യങ്ങൾ തുറന്നു പറയാം. അവിവേകിയോടെ ആലോചിച്ചും കണ്ടും മാത്രമേ സംസാരിക്കാവൂ. അതാവും ചാണക്യനീതിയിൽ പറയുന്നത്. അതൊരു രാഷ്ട്രതന്ത്രത്തിൻ്റെ ഭാഗമാണ്. രാജാക്കന്മാർ, നേതാക്കൾ എന്നിവർ സത്യസന്ധരായിരുന്നാൽ മാത്രം പോരാ, നയതന്ത്രജ്ഞരും കൂടിയാവണം. രാജ്യരഹസ്യങ്ങൾ എല്ലാവരോടും തുറന്നു പറയാൻ പാടില്ല. സത്യമെന്നത് എപ്പോഴും വെളിപ്പെടുന്നതല്ല, അത് മറഞ്ഞിരിക്കുന്നതാണ്. അതിനാൽ അതിനെ മുതലെടുക്കുന്നവരിൽ നിന്ന് മറച്ചു വയ്ക്കാനും പഠിക്കണം. അത്തരത്തിലുള്ള പ്രായോഗിക നിർദ്ദേശമാണ് ചാണക്യൻ്റേതായി പറയുന്നത്. എന്നാൽ സത്യം പാലിക്കുക എന്നതാണ് ഏത് നീതിശാസ്ത്രത്തിൻ്റെയും കാതലായിരിക്കുന്ന വസ്തുത.
ഇപ്പോൾ മാസിക ഓൺലൈനായും വായിക്കാവുന്നതാണ്. www.gurusaagaram.com എന്ന വെബ്സൈറ്റിൽ ഓൺലൈൻ വായന ആസ്വദിക്കാവുന്നതാണ്. ഇനി വായിക്കുവാൻ സമയമില്ല എന്ന് പറയുന്നവർക്ക് മാസികയുടെ ഓഡിയോ വെർഷനും ലഭ്യമാണ്. ഇതോടെ ഇന്നത്തെ വായന പൂർണ്ണമാകുന്നു. ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും കാണാം. നമസ്തേ.